സർ, ശശി തരൂരിനെ പുകച്ചു പുറത്തു ചാടിക്കാനാണോ കോൺഗ്രസ് ഹൈക്കമാൻഡ് ശ്രമിക്കുന്നത്? കാരണം രാഹുലിൻ്റെ സിൽബന്ദികളെല്ലാം തരൂരിനെതിരെ രൂക്ഷമായ ആക്രമണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. എന്താണ് സർ, തരൂർ സ്വയം പുറത്തു പോകുമോ, ഇവർ പുറത്താക്കുമോ? അങ്ങനെയല്ല, നേരെ തിരിച്ചാണ്. ശശി തരൂരിൻ്റെ ആ ഒരു ഹീറ്റ്, അദ്ദേഹത്തിൻ്റെ ആ ആർട്ടിക്കുലേഷൻ, അദ്ദേഹത്തിൻ്റെ നല്ല ആക്സൻ്റുള്ള ഇംഗ്ലീഷ്, അതൊക്കെ കൊള്ളേൻ്റെ അടുത്ത് ചെന്ന് കൊള്ളുന്നുണ്ട്. അതിൻ്റെ ഫലമായിട്ട് ചൂടും പുകയും ഒക്കെ ഉണ്ടാവുകയാണ് കോൺഗ്രസിൻ്റെ യജ്ഞശാലി. അതിൻ്റെ ചൂടും പുകയും തട്ടിയിട്ട് അവർക്ക് സഹിക്കാൻ വയ്യാതെ ഓരോന്ന് പറയുന്നതാണ്. സഹിക്കാൻ താങ്ങാൻ പറ്റുന്നില്ല. കാരണം കോൺഗ്രസ് സ്ഥാപിക്കാൻ ശ്രമിച്ച കള്ളങ്ങൾ, പൊളികൾ എല്ലാം പൊളിച്ചടുക്കിക്കൊണ്ടാണ് ശശി തരൂരിൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യയുടെ ദിഗ്വിജയം ലോകമെങ്ങും, ലോകത്തിൻ്റെ നെറുകയായ അമേരിക്ക ഉൾപ്പെടെ പനാമ, ഗയാന തുടങ്ങിയ രാജ്യങ്ങളിലെല്ലാം അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു ജിയോ പൊളിറ്റിക്കൽ വസ്തുത നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതിൽ അമേരിക്ക എന്ന് പറയുന്നത് ഐക്യരാഷ്ട്രസഭയിലെ സ്ഥിരം അംഗമാണ്. ലോക തീരുമാനങ്ങൾ എടുക്കുന്ന പ്രധാനപ്പെട്ട സുരക്ഷാ കൗൺസിലിലെ സ്ഥിരാംഗം. അതുപോലെ തന്നെ പനാമ എന്ന് പറയുന്ന രാജ്യവും ഗയാന എന്ന് പറയുന്ന രാജ്യവും ഇപ്പോൾ അതിൻ്റെ പെർമനൻ്റ് അല്ലാത്ത മെമ്പർമാരാണ്. പണ്ട് ഇന്ത്യയും അങ്ങനെ ആയിരുന്നല്ലോ, പെർമനൻ്റ് അല്ലാത്ത അംഗങ്ങളാണ്. അങ്ങനെ വളരെ സ്ട്രാറ്റജിക്കായിട്ട് പ്രാധാന്യമുള്ള, തന്ത്രപ്രാധാന്യമുള്ള രാജ്യങ്ങളിലാണ് ചെന്ന് സന്ദേശം കൊടുത്തത്. അവിടെ പത്രസമ്മേളനം നടത്തി. പത്രസമ്മേളനത്തിലെ ചോദ്യം പത്രക്കാരിതാരം, ഞങ്ങൾ ഏത് ഭാഷയിൽ സംസാരിക്കണം? നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭാഷയിൽ സംസാരിച്ചോളൂ, ഞാൻ മറുപടി പറയാം. കാരണം ഇദ്ദേഹത്തിന് 14 ഭാഷകൾ അറിയാം. ഇംഗ്ലീഷിനേക്കാൾ കൂടുതലായിട്ട് ഫ്രഞ്ച് അറിയാം. മലയാളം ചോദിച്ചാൽ അതും പറയാൻ അറിയാം. ഹിന്ദി അറിയാം. എല്ലാ ഭാഷകളും അറിയാവുന്ന ഒരു പോളിഗ്ലോട്ട് എന്ന് പറയും ഇംഗ്ലീഷ് നമ്മളതിനെ. അത്തരം ഒരു ഭാഷാ വിദഗ്ധനാണ് അദ്ദേഹം. വളരെ സുന്ദരമായിട്ടുള്ള, ഇമ്പക്കബിളായിട്ടുള്ള, ഫ്ലവറി ലാംഗ്വേജ് എന്ന് പറയുന്ന ആ ലാംഗ്വേജിലാണ് അദ്ദേഹം അവിടെ തട്ടിവിട്ടത്. കാര്യങ്ങളൊക്കെ അനർഘളമായിട്ട്, നമ്മുടെ ഈ രാഷ്ട്രീയ നേതാക്കൾ എന്താന്ന് പറയുന്ന ഫംബ്ലിങ്ങോ ഹൗളിങ്ങോ അങ്ങനെ ഒരു അസാരസ്യവും ഇല്ലാതെ വളരെ തെളിനീര് പോലെ അനർഘളധാരയായിട്ട് ഇങ്ങനെ ഭാഷയും ആശയവും ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അതുതന്നെ വളരെ ഇമ്പ്രസീവായിട്ടൊരു കാഴ്ചയാണ്. ബൗദ്ധികമായിട്ടുള്ള ഒരു സൗന്ദര്യമാണ്. ആ സൗന്ദര്യത്തിൻ്റെ മഹാകാശത്തിലേക്കാണ് ഇന്ത്യയെ അദ്ദേഹം കൈപിടിച്ചു നിർത്തിയത്. അതൊക്കെ വളരെ പ്രധാനമന്ത്രിക്ക് തെറ്റിയില്ല. ഉചിതമായ സന്ദർഭത്തിൽ ഉചിതമായ ആളിനെ തന്നെ വെച്ചു, ഉചിതമായ ഫലവും ഉണ്ടാക്കി. കോൺഗ്രസിനെ അത് ഞെട്ടിച്ചു. ഇപ്പോൾ പാകിസ്ഥാനിൽ നമ്മൾ അങ്ങോട്ട് നടത്തിയ, ശരിക്കും സാർ, രാഹുൽ വട്ടപൂജ്യവും തരൂർ 100-ൽ 100 മാർക്കും നേടിയിരിക്കുകയാണെന്ന് പറയാം. അതാണ് അതിൻ്റെ പോയിന്റ് പ്രശാന്ത്. അതാണ് താൻ ഇത്രയേ ഉള്ളൂ എന്ന് ശശി തരൂരിനെ പോലൊരാൾ തെളിയിച്ചു കഴിഞ്ഞപ്പോൾ രാഹുൽ അദ്ദേഹത്തിന് സീറോവായി ഹീറോ ആയിരുന്ന രാഹുൽ സീറോ ആയി മാറിക്കൊണ്ടിരിക്കുക. ഒരു പക്ഷേ ഇതിന് സമാനമായൊരു സന്ദർഭം നമ്മൾ പുരാണങ്ങളിൽ നിന്ന് എടുത്തു നോക്കിയാൽ, ദ്രോണാചാര്യരുടെ മുമ്പിൽ തൻ്റെ എല്ലാ ധനുർവിദ്യയും പ്രകടിപ്പിച്ച് കയ്യടി നേടിയ അർജുനൻ്റെ മുമ്പിൽ ഏതാനും നിമിഷങ്ങൾക്കപ്പുറം ഒരു ഏകലവ്യൻ വന്ന് അതേ ചാതുരിയോടുകൂടി പ്രകടിപ്പിച്ചപ്പോൾ അർജുനന് അത് വിഷാദം ഉണ്ടാക്കിയില്ല. അർജുനൻ അത് സമ്മതിച്ചു, അംഗീകരിച്ചും കൊടുത്തു. പക്ഷേ ദ്രോണാചാര്യരിൽ അതൊരു തരം ഈഗോ ഉണ്ടാക്കി. ഞാൻ നേരിട്ട് പഠിപ്പിച്ച ഈ ക്ഷത്രിയ കുമാരന്മാരെക്കാൾ കൂടുതലായിട്ട് കാട്ടിനുള്ളിൽ ഒരു വനവേടനായിട്ടുള്ള ഏകലവ്യൻ എങ്ങനെ ഇത് സാധിച്ചു എന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഗുരുദക്ഷിണയായിട്ട് പെരുവിരൽ ചോദിച്ചുകൊണ്ട്, എന്നിട്ടും മഹാഭാരത യുദ്ധത്തിൽ ഏകലവ്യൻ അർജുനനെ സഹായിക്കുകയായിരുന്നു എന്ന് പറയുന്നത് പോലെ. പക്ഷേ ഈ വിനയമൊന്നും ഇവിടെ രാഹുൽ ഗാന്ധിക്കില്ല. രാഹുൽ ഗാന്ധിക്ക് അങ്ങനെയുള്ള വിനയങ്ങളൊന്നും തൊട്ട് തീണ്ടിയിട്ടേ ഇല്ല. അപ്പം തനിക്ക് മേതെ ഒരാൾ വന്ന്, അമ്മയെ കണ്ടോ ശശി കണ്ടോ, അയാൾ എന്നെ കാട്ടിച്ചു പോയി ഇംഗ്ലീഷ് പറയുന്നു, അമേരിക്ക പോയി മണ്ടത്തരങ്ങളും അർത്ഥങ്ങളും പറഞ്ഞ് ഇന്ത്യയെ നാണക്കെടുത്തിയ ഈ രാഹുൽ ഗാന്ധിക്ക് പകരം ഇന്ത്യയുടെ അഭിമാനം ഗൗരി ശങ്കര ശിഖരത്തോളം ഉയർത്തുന്ന ഒരു വ്യക്തി പോയിട്ട് സ്വാമി വിവേകാനന്ദൻ ഷിക്കാഗോയിൽ പോയി നടത്തിയ പ്രഭാഷണ പരമ്പരയ്ക്ക് തുല്യമായിട്ടുള്ള ഒന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അമേരിക്കയുടെ ഭൂഖണ്ഡത്തിൽ. ഇപ്പോൾ ഇന്ത്യക്കാരെ ഏവരെയും രോമാഞ്ചം കൊള്ളിക്കേണ്ട ഈ സന്ദർഭത്തിൽ കോൺഗ്രസിനെ അത് രോഷം കൊള്ളിക്കുന്നു എന്ന് പറയുമ്പോൾ, നമ്മൾ ഇപ്പോഴത്തെ കോൺഗ്രസിനെ പറ്റി വിചാരിക്കുന്ന വിചാരധാരകളെല്ലാം ശരിയാണെന്ന് തെളിഞ്ഞു വരികയാണ്. അതായത് ഇന്ത്യ വിരുദ്ധവും ദേശവിരുദ്ധവുമായിട്ടുള്ള ഒരു നിലപാടാണ് അവർ കൈക്കൊള്ളുന്നത് എന്ന് നിതരാം വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ നോക്കൂ, ഇവിടെ ഇപ്പോൾ ആദ്യം പറഞ്ഞത് BJPയെ പുകഴ്ത്തലാണ് ശശി തരൂർ ചെയ്യുന്നതെന്ന് ആദ്യം പറഞ്ഞത്. സൂപ്പർ വക്താവെന്നാണ്. സൂപ്പർ വക്താവ് പുകഴ്ത്തുകയാണ്. രാജ്യം ആരോപിച്ചത് അങ്ങനെയാണ്. ലോകം
വളരെ ശ്രദ്ധയോടുകൂടി കേട്ട ഈ കാര്യങ്ങളൊക്കെ കോൺഗ്രസിനെ പുകഴ്ത്തലാണെന്നാണ്. അതുകൊണ്ട് തന്നെ ശശി തരൂർ BJPയുടെ സൂപ്പർ വക്താവാണെന്നുമാണ് അവരുടെ വക്താവായ കോൺഗ്രസിൻ്റെ വക്താവായിട്ടുള്ള ഉദിത് രാജ് പറഞ്ഞത്. അതിനെ തുടർന്ന് പവൻ ഖേര എപ്പോഴും മോദിയെയും ഇന്ത്യയെയും താറടിച്ച് കാണിക്കാൻ നിരന്തരമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പവൻ ഖേര അത് തന്നെ ആവർത്തിച്ചു. അതുപോലെ തന്നെ അദ്ദേഹം ഓർമ്മിപ്പിച്ച ഒരു കാര്യം, 2018 ശശി തരൂർ ഒരു പുസ്തകം എഴുതി. ആ പുസ്തകത്തിൽ നേരത്തെ കോൺഗ്രസ് ഇതുപോലെ അതിർത്തി കടന്ന് ആക്രമണം നടത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാണ്. ഇപ്പോൾ ശശി തരൂർ ധാരാളം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്, ചിലതൊക്കെ ഞാനും വായിച്ചിട്ടുണ്ട്, ചിലതിൽ തെറ്റുകളുണ്ട്, ഞാൻ നേരിട്ട് അദ്ദേഹത്തിനോട് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ കേരളത്തിലെ പ്രേം നസീർ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു, പരാജയപ്പെട്ടു എന്നൊരു വാക്യം അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിലുണ്ട്, ഇന്ത്യയെക്കുറിച്ചുള്ളൊരു പുസ്തകം. അത് ഞാൻ നേരിട്ട് അദ്ദേഹത്തിനോട് പറഞ്ഞു, ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നു, അങ്ങനെ ഒരു തെറ്റ് അതിലുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറയുന്നത്, ഞാൻ ഈ ഫാക്ട്സ് ഒക്കെ എഴുതിയിട്ട്, വസ്തുതകൾ എഴുതിയിട്ട് അത് കാണിക്കാൻ വേണ്ടിയിട്ടും പരിശോധിക്കാനും നമ്മുടെ സെക്രട്ടറിമാർ ഒരുപാടുണ്ട്, പണം ഇഷ്ടം പോലെ കിട്ടുന്ന, റോയൽറ്റി ഇഷ്ടം പോലെ കിട്ടുന്നതാണ്. അപ്പോൾ അവർ പരിശോധിക്കും, അവരാണിത് ക്രോസ് ചെക്ക് ചെയ്യേണ്ടത്. ആ ക്രോസ് ചെക്കിങ് ശരിയായിട്ടുണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇനിയിപ്പോൾ അടുത്ത എഡിഷൻ ഇറക്കുമ്പോൾ അത് തിരുത്തണം. കാരണം പ്രേം നസീർ കേരളത്തിൽ ഒരു തിരഞ്ഞെടുപ്പിലും മത്സരിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് ഒരാളിനെ കൊണ്ടുവരികയായിരുന്നു. സ്ഥാനാർത്ഥിയായി അദ്ദേഹം പരാജയപ്പെടുകയും ചെയ്തു. അതോടുകൂടി പ്രേം നസീർ എന്ന് പറയുന്ന നിത്യഹരിത നായകൻ കേരള രാഷ്ട്രീയത്തിൽ നിന്ന് തിരോധാനം ചെയ്യുകയുമാണ് ചെയ്തത്. ഇതാണ് ചരിത്രം. അപ്പോൾ ആ വസ്തുതാപരമായിട്ടുള്ള പിശക് അതിലുണ്ട്. അതുപോലുള്ള പിശകുകളൊക്കെ പുസ്തകത്തിൽ വരാം. നമ്മൾ പുസ്തകത്തിലെ ഒരു സെൻറ്റൻസ് അല്ലല്ലോ അപഗ്രഥനം ചെയ്യുക, പുസ്തകത്തെ സമഗ്രമായിട്ട് നോക്കുമ്പോഴാണല്ലോ അതിൻ്റെ ഒരു കണ്ടൻറ്റ് നമുക്ക് ബോധ്യമാവുക. അപ്പോൾ അതുകൊണ്ട് ഈ നിസാര കാര്യങ്ങളും വാക്യങ്ങളും ഒക്കെ ഉദ്ധരിച്ച് ശശി തരൂർ പോലൊരു ഹിമാലയത്തെ ഇങ്ങനെ ആക്ഷേപിക്കാൻ ശ്രമിക്കുന്നതുകൊണ്ട് ഒരു പ്രയോജനമില്ല. എന്ന് മാത്രമല്ല, ഇന്നും വളരെ പ്രധാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായിട്ടുള്ള ഇംഗ്ലീഷിൽ അദ്ദേഹം ഈ കോൺഗ്രസ്സുകാർ ഈ ബഹളമുണ്ടാക്കുന്ന പവൻ ഖേരയും രാഹുൽ ഗാന്ധിയെ എല്ലാം കൂടെ ചേർത്തൊരൊറ്റ വാക്കേ പറഞ്ഞുള്ളൂ. അതായത് ഉദിത് രാജിനെ എല്ലാം കൂടെ ചേർത്തൊരൊറ്റ ZLOT ZDALOT എന്ന് പറഞ്ഞ ഒരൊറ്റ വാക്കേ പറഞ്ഞുള്ളൂ. സീലോട്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഉത്സാഹ കമ്മിറ്റിയുടെ ആളെന്നൊക്കെ നമ്മൾ നാടൻ ഭാഷയിൽ ഉത്സാഹ കമ്മിറ്റിക്കാർ അവിടെ കിടന്ന് പറഞ്ഞോട്ടെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതെ, ഞാൻ എന്നെ ഏൽപ്പിച്ച ജോലിയായിട്ട് ചെയ്യുന്നു, മറ്റുള്ളവർ ഇതേക്കുറിച്ച് എന്ത് പറയുന്നു എന്ന് ഞാൻ തിരിഞ്ഞു നോക്കാറില്ല. ഞാൻ ഇപ്പോൾ നടന്ന കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്, പഴയ കാര്യങ്ങളെ കുറിച്ചല്ല, ചരിത്രമല്ല. അതുകൊണ്ട് അതുമായി ഞാൻ എന്തായാലും മുന്നോട്ട് പോകും. ഞാൻ രാഷ്ട്രത്തിന് വേണ്ടിയാണ് സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് മാത്രമല്ല, സീലോട്ടിന് ചില വേറെ അർത്ഥങ്ങളും കൂടെ ഉണ്ട്. അപ്പോഴാണ് ഇത് നമുക്ക് ഏറ്റവും ഉചിതമായിട്ടൊരു വാക്കായിട്ട് തോന്നുക. ഒന്ന് എക്സ്ട്രീമിസ്റ്റ് അത് തന്നെയാണ്, തീവ്രവാദി എന്നുള്ള അർത്ഥം കൂടിയുണ്ട്. അതുപോലെ തന്നെ ഫനറ്റിക്, മൗലികവാദി, ഈ അർത്ഥങ്ങളെല്ലാം കൂടെ ചേർന്ന് ഉചിതം. അത് ശശി തരൂരിന് മാത്രമേ ആ വാക്ക് പ്രയോഗിക്കാൻ പറ്റൂ. സീലോട്ട് ഒരൊറ്റ ഒരു വാക്കുകൊണ്ട്, അതെ, ഈ പറഞ്ഞ ഈ വാചകമടികൾക്കെല്ലാം ഒരൊറ്റ വാക്കുകൊണ്ട് അദ്ദേഹം മറുപടി പറഞ്ഞു. അതോടുകൂടി തന്നെ ZLOT എന്നൊരൊറ്റ വാക്ക്, അതാണ് ഇംഗ്ലീഷ് ഭാഷയിൽ നല്ല പ്രാവീണ്യമുള്ളതിൻ്റെ ഒരു ഗുണം. അത് തന്നെയാണ്. ഇതുപോലുള്ള വാക്കുകൾ തന്നെയാണ് പാകിസ്ഥാനെ കുറ്റപ്പെടുത്താൻ വേണ്ടി ത്രൂ ഔട്ട് ഇദ്ദേഹത്തിൻ്റെ യാത്രയിൽ ഗയാനയിലായാലും ശരി തന്നെ, അതുപോലെ തന്നെ പാനമയിലായാലും ശരി തന്നെ, അമേരിക്കയിലായാലും ശരി തന്നെ അദ്ദേഹം ഉചിതമായിട്ട് തന്നെ ഉപയോഗിച്ചിട്ടുള്ളത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.